ഹലോ വെൽക്കം ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് സുഡിയോ വുമൺ എന്ന പെർഫ്യൂമാണ്. ഞാൻ ഓൾറെഡി സുഡിയോ ഹസിൽ എന്ന പെർഫ്യൂം പരിചയപ്പെടുത്തിയപ്പോൾ അതിൻ്റെ കൂടെ ഇതും ജസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇത് സുഡിയോയിൽ ജസ്റ്റ് ആ ക്യാഷ് കൗണ്ടറിൻ്റെ മുന്നിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ പെർഫ്യൂംസാണ്. ചെറിയ പ്രൈസ് 10 ml 79 rupees പ്രൈസ് വരുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ ഫ്രാഗ്രൻസ് ഞാൻ മോസ്റ്റ്ലി ചൂസ് ചെയ്തിട്ടുള്ളതൊക്കെ ആരെങ്കിലും മുന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു ഫ്രാഗ്രൻസ് നമുക്ക് കിട്ടുന്നു, ഇംപ്രസ്ഡ് ആവുന്നു, എടുക്കുന്നു. സാധാരണ സ്റ്റുഡിയോന്ന് വാങ്ങിച്ച പെർഫ്യൂംസ് എല്ലാം തന്നെ ഒരു 1.5 to 2 hours വരെ മാത്രം പെർഫോം ചെയ്ത പെർഫ്യൂംസ് ആണെങ്കിൽ ഈ വുമൺ എന്നുള്ളത് എനിക്ക് 3+ hours ലോഞ്ചിവിറ്റി കിട്ടിയ ഒരു പെർഫ്യൂമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇത്തിരി ഒരു സ്ട്രോങ്ങർ സൈഡിൽ നിൽക്കുന്ന ഫ്രാഗ്രൻസ് ആണ്. അപ്പോൾ ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ആറ്റമൈസറും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഇതിങ്ങനെ സ്നിഫ് ചെയ്താൽ ഇതൊരു ഫീമെയിൽ പെർഫ്യൂമാണ്. ഞാൻ ഫസ്റ്റ് അപ്ലൈ ചെയ്തപ്പോൾ തന്നെ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ടോ, ഇത് വളരെ പരിചിതമായൊരു പെർഫ്യൂമാണല്ലോ. പെട്ടെന്ന് ഇങ്ങനെ ആ ഒരു എയറിൽ വന്നപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ മുന്നിൽ ഒരു ലേഡി ഉണ്ടായിരുന്നു. അപ്പോൾ അവരാണത് അപ്ലൈ ചെയ്ത് നോക്കിയത്. ഈ വുമൺ എന്നുള്ള പേര് കണ്ടിട്ടായിരിക്കാം നോക്കിയത്. അപ്പോൾ ഞാൻ ചോദിച്ചു ഏതാണ് നിങ്ങൾ ആ അപ്ലൈ ചെയ്ത പെർഫ്യൂം. അപ്പോൾ ഇത് എടുത്ത് കാണിച്ചു തന്നെ ഞാൻ അപ്പോൾ തന്നെ എടുത്തിട്ട് സ്നിഫ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്കത് ലവിയബലിൻ്റെ ഫ്രാഗ്രൻസ് പോലെയാണ് തോന്നിയത്. നല്ല രീതിയിൽ ലവിയബൽ പെർഫ്യൂമിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സ്വീറ്റ്നെസ്സും വെനില ഫ്രാഗ്രൻസ് എല്ലാം ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ഒരു ലവിയബലിൻ്റെ ഒരു ഡയറക്റ്റ് ക്ലോണൊന്നുമല്ല. ഇതിൻ്റെ ഉള്ളിൽ എവിടേക്കോ ഒരു ഗുഡ് ഗേളിൻ്റെ ഒരു ടച്ചും വരുന്നുണ്ട്. ഇത് രണ്ടിൻ്റെയും കൂടി എനിക്കൊരു മിക്സ് ആയിട്ടാണ് തോന്നിയത്. പക്ഷേ ഗുഡ് ഗേളിൽ വേറൊരു സംഭവം എന്താ വെച്ചാൽ ഗുഡ് ഗേൾ കുറച്ചും കൂടി ഒരു സ്ട്രോങ്ങറാണ്. അത്രയും സ്ട്രോങ്ങർ അല്ല ഇത്. ഒരു ലവിയബലിൻ്റെ കുറച്ചൊരു വൈബും വരുന്നുണ്ട്, ഗുഡ് ഗേളിൻ്റെ ചെറിയൊരു വൈബും വരുന്നുണ്ട്. അങ്ങനെ വരുന്ന ഒരു പെർഫ്യൂം ചെറിയ പ്രൈസിന് ഇത് വേർത്താണ്. എൻ്റെ ഒരു കൺസിഡറേഷനിൽ ഇത് വേർത്താണ്. എനിക്ക് തോന്നിയിട്ടുള്ള അങ്ങനെയാണ്. ഒരു 1 hourൻ്റെ ലെവലിലേക്ക് പ്രൊജക്ഷൻ ഉണ്ട്. അവിടുന്ന് നമുക്കൊരു 3 hours വരെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫീമെയിൽ പെർഫ്യൂമാണ്, ബട്ട് സ്റ്റിൽ ഗുഡ് ഗേൾ ലവിയബിലൊക്കെ ജെൻസിന് യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അങ്ങനത്തെ ഒരു കാറ്റഗറി ഓഫ് പെർഫ്യൂംസ് ഞാനതൊക്കെ പേഴ്സണലി യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അത് വേറെ കാര്യം. കാരണം ഇതൊക്കെ നല്ല ഫ്രാഗ്രൻസുകളാണ്, നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ആ ഒരു സ്വീറ്റ്നെസ്സും പിന്നെ ഒരു ഫ്ലോറൽ ടച്ചും ഒരു ചെറിയൊരു അരോമാറ്റിക് ഫ്ലോറലാണ് ഒരു അങ്ങനത്തെ ഒരു വൈബ് തരുന്ന ഒരു വെനില ടച്ച് എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു പ്രോഡക്റ്റ്സ് ആണ്. സോ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പെർഫ്യൂം തന്നെയാണ് എൻ്റെ ഒപ്പീനിയനിൽ കേട്ടോ. അപ്പോൾ എന്തായാലും അതാണ് വുമൺ എന്ന ഈ ഒരു പെർഫ്യൂമിൻ്റെ ഡീറ്റെയിൽ. പിന്നെ ഇത് വലുതും കാണുന്നുണ്ട്, ചിലപ്പോഴൊക്കെ സുഡിയോയിൽ കാണാറുണ്ട്. അതിൻ്റെ ആ വൈറ്റ് കളറിലുള്ള ബോട്ടിൽ. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, സുഡിയോൻ്റെ പ്രൊഡക്റ്റുകൾക്ക് ഒന്നും തന്നെ അങ്ങനെ വലിയൊരു കൺസിസ്റ്റൻസി ഒന്നുമില്ല. ജസ്റ്റ് എടുത്തിട്ട് നോക്കണം ഇത് അതന്നെയാണോ എന്നുള്ളത്. കാരണം പലപ്പോഴും പല ഡിസൈനിലും സാധനങ്ങൾ വരുന്നും പോകുന്നൊക്കെ ഉണ്ട്. അത് എന്തുകൊണ്ടാണ് എനിക്ക് അറിഞ്ഞൂടെ എന്താണ് അങ്ങനെയൊക്കെ പ്രൊഡക്റ്റുകൾ ഇറങ്ങുന്നത് എന്നുള്ളത്. അപ്പോൾ എന്തായാലും ജസ്റ്റ് നോക്കിയിട്ട് ഉറപ്പ് വരുത്തുക നിങ്ങൾ വാങ്ങിക്കുന്ന സാധനം ഇത് തന്നെയാണ്. എൻ്റെ വേറൊരു സജഷൻ എന്താ വെച്ചാൽ ഒരിക്കലും ഇതൊന്നും ഓൺലൈനിൽ പോയിട്ട് എടുക്കരുത്. സ്റ്റോറിൽ കയറിയിട്ട് അപ്ലൈ ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് വാങ്ങിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പണി കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. എന്തായാലും അതൊക്കെയാണ് ഈ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ്. ഞാൻ വലിയ ബിൽഡപ്പിലൊന്നും വീഡിയോ കൊണ്ടുപോകണില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല. സാധാരണ ഒരു പെർഫ്യൂമാണ്. എന്തെങ്കിലും നല്ലത് പറഞ്ഞാൽ ചിലപ്പോൾ ആരെങ്കിലും താഴെ മോശം കമൻറ്റ് ചെയ്യുകയും ചെയ്യും. കാരണം ചിലരൊക്കെ ഇത് വാങ്ങിയിട്ട് പെട്ട അനുഭവങ്ങൾ ഞാൻ നമ്മുടെ പല വീഡിയോസിനും താഴെ കുറേ കണ്ടതുമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും ഇനിയിപ്പോൾ ഞാനായിട്ട് എനിക്ക് തോന്നിയ പോസിറ്റീവ്സ് ഞാൻ പറയണില്ല. സോ എനിവേസ് ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.